നമസ്കാരം. കൽക്കി 2898 AD ഇന്ന് റിലീസായ ചിത്രമാണ്. ഒരു പാൻ ഇന്ത്യൻ ചിത്രം. മലയാളം, തമിഴ്, തെലുങ്ക് അങ്ങനെ പല ഭാഷകളിൽ ഇറങ്ങിയൊരു ചിത്രം. ഇന്ത്യൻ സിനിമയിലെ തന്നെ അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, പ്രഭാസ്, നമ്മുടെ മലയാളികളുടെ DQ, അന്നാബെൻ, അങ്ങനെ ഒരു വലിയ താരനിരയെ അണിനിരത്തിക്കൊണ്ട് ഇന്ന് റിലീസായ ചിത്രമാണ് കൽക്കി 2898 AD. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയെ നിയന്ത്രിക്കാൻ തന്നെ കഴിവുള്ള ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളെടുത്ത് ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുള്ള, ബാഹുബലി ഉൾപ്പെടെയുള്ള വലിയ ചിത്രങ്ങളെടുത്ത് തെളിയിച്ചിട്ടുള്ള നമ്മുടെ തെലുങ്ക് ഇൻഡസ്ട്രിയാണ് ഇപ്പോൾ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയെ തന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് വളർന്നു വന്നിട്ടുള്ളത്. അത് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൽക്കി എന്ന് പറയുന്ന ഈ ചിത്രം കൂടി പുറത്തു വന്നതോടുകൂടി ആ ഇൻഡസ്ട്രി എന്താണെന്നും അതിനി ഭാവിയിൽ ഇന്ത്യൻ സിനിമ, ഇപ്പോൾ ബോളിവുഡ് എന്നല്ല, ഇന്ത്യൻ സിനിമയുടെ തന്നെ ഭാവി നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് അത് മാറി എന്നുകൂടി പറയാം. ഒരു പുരാണ കഥയുടെ ഒരു ചെറിയൊരു പാർട്ട് എടുത്ത് ഇപ്പോഴത്തെ ഒരു ജനറേഷന് വേണ്ട രീതിയിൽ അത് ബ്ലെൻഡ് ചെയ്തിട്ട് തയ്യാറാക്കിയ ഒരു ചിത്രമാണ് കൽക്കി. ഇപ്പോൾ ഫൈറ്റിന് ഫൈറ്റ്, സ്റ്റോറിക്ക് സ്റ്റോറി, ആ ഒരു രീതിയിൽ ഇപ്പോഴത്തെ യൂത്തിനെ തന്നെ എയിം ചെയ്തുകൊണ്ട് തയ്യാറാക്കിയ ഒരു ചിത്രം. നമുക്ക് ആദ്യഘട്ടത്തിൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഒരു കാർട്ടൂൺ സെറ്റപ്പ് ആണോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് പതുക്കെ നമ്മൾ ഓഡിയൻസിനെ ആ പടത്തിലേക്ക് എത്തിക്കും അവർ. ഇതൊരിക്കലും തിയേറ്ററിൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ചിത്രമാണ്. അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, നമ്മുടെ DQ, അങ്ങനെ തുടങ്ങിയ ഒരു വലിയൊരു താരനിര, പ്രഭാസ് ഉൾപ്പെടെയുള്ള വലിയ താരനിര അവരുടെ എന്താ പറയുക, കരിയറിലെ തന്നെ ഒരു മികച്ച ചിത്രം അല്ലെങ്കിൽ ഒരു വേറിട്ട ചിത്രമായിട്ട് കൽക്കിയെ അവതരിപ്പിച്ചു എന്നതാണ് സത്യം. ഇതിൽ ഞാൻ കണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട അന്നാബെൻ ഈ ചിത്രത്തിലൊരു കിടിലൻ ക്യാരക്ടർ ചെയ്യുന്നത്. അന്നാബൻ്റെ കരിയർ ചേഞ്ച് ആവാൻ പോകുന്ന ഒരു ക്യാരക്ടറായിരിക്കും അത്. ഫൈറ്റ്, ആക്ഷൻ സീക്വൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അന്നവൻ്റെ ഒരു നൈസായിട്ടുള്ളൊരു ചിരിയൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ വളരെ സന്തോഷം തോന്നുന്നൊരു ചിത്രം. അപ്പോൾ അന്നാബൻ്റെ ഇത്രയും നാളത്തെ സിനിമാ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് കൽക്കിക്ക് ശേഷം, കൽക്കിക്ക് മുൻപ് എന്ന രീതിയിലായിരിക്കും അന്നാബൻ്റെ കരിയർ ഇനി രേഖപ്പെടുത്തുക. അന്നാബന് സ്വാഭാവികമായിട്ടും കുറേ ചിത്രങ്ങൾ അന്യഭാഷകളിൽ തന്നെ ഈ പടം ഇറങ്ങിയതോടുകൂടി വരാനുള്ള സാധ്യതയുണ്ട്. അന്നാബനും ദുൽഖറുമാണ് മലയാളത്തിൽ ഈ ചിത്രത്തിലുള്ളത്. പിന്നെ കമൽഹാസൻ തമിഴിൽ നിന്നുണ്ട്, ബോളിവുഡിൽ നിന്ന് അമിതാഭ് ബച്ചനുണ്ട്, പ്രഭാസ് തെലുങ്കിൽ നിന്നുണ്ട്. അങ്ങനെ പിന്നെ നമുക്ക് പരിചയമുള്ളതും പരിചയമുള്ളതുമായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു ചിത്രമാണ് കൽക്കി. അത് വളരെ, ഞാൻ പറഞ്ഞ പോലെ, ഒരു പുരാണത്തെ ബേസ് ചെയ്തിട്ട് അത് ഇപ്പോഴത്തെ ജനറേഷന് വേണ്ട വിധത്തിൽ ബ്ലെൻഡ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരും ഈ പടം തിയേറ്ററിൽ മിസ് ചെയ്തരുത് എന്നാണ് ഞാൻ പറയുന്നത്. വലിയ പ്രൊമോഷൻ ഇവിടെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ പ്രൊമോഷൻ്റെ കുറവ് ഒന്നും നോക്കരുത്. ഈ ചിത്രം തിയേറ്ററിൽ ഒരിക്കലും മിസ് ചെയ്യാതെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് കണ്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു ചിത്രമായിരിക്കും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണ് കൽക്കി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം.